ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ എക്സസൈസ് 5.3ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ 10 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 6 വരെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ചെയ്തതാണ്. അപ്പോൾ 7ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ചെയ്യുന്നു. ഇതിൽ 7th ക്വസ്റ്റ്യൻ, given A is equal to 8, AN is equal to 62, SN equal to 210. Find N and D. ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടൈം A is equal to 8 ആണ്. അതുപോലെ AN equal to 62. എൻ്റെ വാല്യൂ അറിയില്ല. AN equal to 62. SN സമ്മ വന്നിട്ടുണ്ട്. SN is equal to 210. കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് N ആൻഡ് D. N is equal to ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. D is equal. ഇനി തന്നിട്ടുള്ളത് AN അറിയാം, SN അറിയാം. അപ്പോൾ ഫസ്റ്റ് N നമുക്കറിയില്ല. അപ്പോൾ എൻ്റെ ഇക്വേഷൻ എഴുതാം. AN nth ടൈം is equal to A plus N minus 1 into D. ഈ ഇക്വേഷൻ നമുക്കറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A നമുക്കറിയാം. A equal to 8 ആണ്. 8 plus N minus 1 into D. D നമുക്കറിയില്ല. അത് ഈക്വൽ ടു 62 എന്ന് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് N minus 1 into D equal to 62 minus 8. N minus 1 into D equal to 54 എന്ന് കിട്ടി. ഇനി ഇവിടെ എന്നിൻ്റെ വാല്യൂ അറിയില്ല, ഡിയുടെ വാല്യൂ അറിയില്ല. അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് നിന്നു. നമുക്കിവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി അതിനവിടെ വെച്ചു. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ SN is equal to 210 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ SNൻ്റെ ഇക്വേഷൻ കൊടുക്കാം. SN is equal to n/2 into 2A plus N minus 1 into D ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ കൊടുക്കാം. ഈക്വൽ ടു എന്നിൻ്റെ വാല്യൂ അറിയില്ല. അപ്പോൾ n/2 ഇൻറ്റു 2A, എയുടെ വാല്യൂ അറിയാം, 2 ഇൻറ്റു 8 പ്ലസ് N minus 1 ഇൻറ്റു D ഈക്വൽ ടു 210. ഇത്ര എഴുതി വെച്ചു. ഇനി n/2 ഇൻറ്റു 2 ഇൻറ്റു 8 16 പ്ലസ് ഇവിടെ നമുക്ക് N minus 1 ഇൻറ്റു D, നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ N minus 1 ഇൻറ്റു D നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് 54 ആണ് നമുക്കറിയാം. അപ്പോൾ 16 പ്ലസ് 54 ഈക്വൽ ടു 210. ഇനി n/2 ഇൻറ്റു 16 പ്ലസ് 54 70 ഈക്വൽ ടു 210. n ഇൻറ്റു ഈ 2നെയും 70നെയും കട്ട് ചെയ്യാം, 35 equal to 210. N is equal to 210 divided by 35 equal to 6 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് N കണ്ടുപിടിച്ചു. ഇനി നമുക്ക് D കണ്ടുപിടിക്കണം. അപ്പോൾ N minus 1 into D നമുക്ക് 54 എന്ന് കിട്ടിയിട്ടുണ്ട്. N minus 1 into D is equal to 54 ആണ്. അപ്പോൾ Nൻ്റെ വാല്യൂ നമുക്കറിയാം. എൻ്റെ വാല്യൂ 6 ആണ്. N minus 1 into D equal to 54 എന്ന് നമുക്കറിയാം. അപ്പോൾ 6 ആണ് എന്ന്. അപ്പോൾ 6 മൈനസ് 1 5D is equal to 54. അപ്പോൾ D equal to 54/5. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് Nഉം Dയും ആണ്. N is equal to 6 എന്ന് കിട്ടി. അതുപോലെ D is equal to 54 divided by 5 എന്ന് കിട്ടി. ഇനി ഇതിലെ 8th ക്വസ്റ്റ്യൻ, given AN is equal to 4, nth ടൈം AN equal to 4 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ D is equal to 2 ആണ്. D is equal to 2. SN is equal to minus 14 ആണ്. SN equal to minus 14. Find N and A. N is equal to അറിയില്ല. അതുപോലെ A is equal to ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടവിടെ വെച്ചു. AN തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്, SN തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ANൻ്റെ ഇക്വേഷൻ എഴുതാം. AN equal to A plus N minus 1 into D ആണ്. അറിയാവുന്ന വാല്യൂ എ അറിയില്ല, ഡിയുടെ വാല്യൂ അറിയാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ പ്ലസ് N minus 1 ഇൻറ്റു 2 ഈക്വൽ ടു 4 ആണ്. അപ്പോൾ എ പ്ലസ് 2N minus 2 ഈക്വൽ ടു 4 ആണ്. അപ്പോൾ എ പ്ലസ് 2N ഈക്വൽ ടു 4 പ്ലസ് 2, ഈ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 4 പ്ലസ് 2 6 എന്ന് നമുക്ക് കിട്ടും. A plus 2N equal to 6 കിട്ടി. ഇവിടെ രണ്ട് വേരിയബിൾ ഉണ്ട്, എയും എന്നും ഉണ്ട്.
അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഉണ്ട്, SN ഇക്വേഷൻ ഉണ്ട്. ആ SN ഇക്വേഷനിൽ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നീ എലിമിനേറ്റ് ചെയ്യുകയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ അത് സമ്മിൻ്റെ ഇക്വേഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. രണ്ട് ഇക്വേഷൻ കിട്ടി, എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ തൽക്കാലം A is equal to എന്ന ഫോമിലേക്ക് ഇതിനെ മാറ്റാം. A is equal to 6 minus 2n എന്ന് എഴുതി അവിടെ വെച്ചു. അടുത്ത ഇക്വേഷൻ നമുക്ക് എയുടെ സ്ഥാനത്ത് 6 minus 2n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് n മാത്രമുള്ള ഒരു വേരിയബിൾ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിനെ സോൾവ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് SNൻ്റെ ഇക്വേഷൻ SN is equal to n/2 into 2a plus n minus 1 into t. അപ്പോൾ ഇവിടെ n/2 into 2a plus n minus 1 into ഡിയുടെ വാല്യൂ ഈക്വൽ ടു -14 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2a ആണ്, ഇവിടെ n-1 into 2 ആണ്. ഇപ്പോൾ 2 കൊണ്ട് ഇതിനെ കട്ട് ചെയ്താൽ ഇക്വേഷൻ കുറച്ചുകൂടി ചെറുതായി കിട്ടും. ഇവിടെ കോമൺ ആയിട്ട് പുറത്ത് 2 കിടപ്പുണ്ട്. അപ്പോൾ ഈ 2 കൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് വന്നു, ഇതിന് നമുക്ക് ഒരു ടേം ആയിട്ട് എടുക്കാം. n-1 എന്നുള്ള ബ്രാക്കറ്റിലാണ്, അപ്പോൾ ഇൻറ്റു 2 ഇതിന് ഒറ്റ ടേം ആയിട്ട് എടുക്കാം. ഈ 2 ഒരു ടേമാണ്. ഇവിടെ പ്ലസ് വന്നതുകൊണ്ട് ഇത് 2 ടേമാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഈ 2 ടേമിനെയും കട്ട് ചെയ്യണം. അപ്പോൾ ഈ 2നെ കട്ട് ചെയ്താൽ ഈ 2നെയും കട്ട് ചെയ്യണം. അതുപോലെ അടുത്ത ടേമിലുള്ള n-1 2 എന്നുള്ള ഈ 2നെയും കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ മാറുന്നത് n into a plus n-1 എന്നായിട്ട് മാറി, ഈക്വൽ ടു -14 ആണ്. ഇനി നമുക്ക് എയുടെ വാല്യൂ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എയും എന്നുമായിട്ടൊരു ബന്ധം കണ്ടുപിടിച്ചാൽ നമ്മൾ ഇക്വേഷനാക്കി നേരത്തെ വെച്ചിരിക്കുന്നത്. അപ്പോൾ n ഇൻറ്റു എയുടെ വാല്യൂ 6 minus 2n ആണ്, നേരത്തെ കണ്ടുപിടിച്ച 6 minus 2n ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പ്ലസ് n-1 ഈക്വൽ ടു -14. ഇനി n ഇൻറ്റു ഇവിടെയുള്ള 6 ആണ്, ഇവിടെ -1 ഉണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 5 എന്നിവിടെ കിട്ടി. ഇനി -2n പ്ലസ് n ഉണ്ട്, അപ്പോൾ -n എന്ന് കിട്ടും, ഈക്വൽ ടു -14. ഇനി n കൊണ്ട് നമുക്കിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ n ഇൻറ്റു 5n മൈനസ് n ഇൻറ്റു n സ്ക്വയർ. ഇനി നമുക്ക് ഈ -14നെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പ്ലസ് 14 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് കിട്ടി. പക്ഷേ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, ഈ എൻ്റെ സൈൻ മൈനസ് ആണ്. അപ്പോൾ നമുക്കിതിനെ പ്ലസ് ആക്കാം. അതിനുവേണ്ടി നമുക്ക് -1 കൊണ്ട് ഇക്വേഷനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മതി. ഇല്ലെങ്കിൽ ഇതിനെ മൊത്തം എടുത്ത് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, അപ്പോൾ 0 ഈക്വൽ ടു എന്ന് കിട്ടുന്നു. എങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല. എന്നിൻ്റെ വാല്യൂ നമുക്ക് n² വാല്യൂ നമുക്ക് പോസിറ്റീവ് കിട്ടണം. പിന്നെ അവിടെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യം n² എടുത്തെഴുതുന്നു. അപ്പോൾ n² -1 കൊണ്ട് ഗുണിച്ചു മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ -n² മാറി n² ആയി. അപ്പോൾ ഈ 5ൻ്റെ സൈൻ മാറണം. മൈനസ് അവിടെ പ്ലസ് 5n മൈനസ് 5n ആയി, പ്ലസ് 14 മൈനസ് 14 ആയി, ഈക്വൽ ടു 0. അപ്പോൾ n² - 5n - 14 ഈക്വൽ ടു 0. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ ഏത് രീതി ഉപയോഗിക്കണം? നമുക്കറിയാവുന്നത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഉണ്ട്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഫോർമുലയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുലയിലേക്ക് പോകേണ്ട കാര്യമില്ല, നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമോ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡോ ഉപയോഗിക്കാം. അപ്പോൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിക്കണമെങ്കിൽ അവിടെ 5ൻ്റെ പകുതി വരുമ്പോൾ അതൊരു ഫ്രാക്ഷൻ വരും. അപ്പോൾ ഏറ്റവും എളുപ്പം സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആയിരിക്കും. നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് അത് -14 ആണ്. അതുപോലെ അതിൻ്റെ സമ്മ് -5 ആണ്. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഇവിടെ 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് മൈനസ് ആണ്, -14 ആണ്, മൈനസ് ആണ്. 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് മൈനസ് ആകുമ്പോൾ, അതായത് പ്രോഡക്റ്റിൻ്റെ സൈൻ മൈനസ് വരണമെങ്കിൽ ആ 2 നമ്പറും ഡിഫറൻറ്റ് സൈൻ ആയിരിക്കും. ഇനി ഇവിടെ സമ്മിൻ്റെ സൈൻ മൈനസ് ആണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഡിഫറൻറ്റ് സൈൻ കിട്ടുമ്പോൾ അവിടുത്തെ വലിയ നമ്പറിൻ്റെ സൈൻ ആയിരിക്കും മൈനസ്. പിന്നെ ഒരു കാര്യം കൂടി, ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സം എന്ന് പറയുന്നത് 2 നമ്പറും ആഡ് ചെയ്യുന്നതായിരിക്കില്ല, അതിന് ഡിഫറൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് കണ്ടുപിടിക്കാം. 14 പ്രൊഡക്റ്റ് കിട്ടുന്ന 2 നമ്പർ.
1 ഇൻറ്റു 14 ആണ്. പക്ഷേ 14ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 അല്ല. ഇനി അടുത്തത് 2 ഇൻറ്റു 7 ഈക്വൽ ടു 14 ആണ്. 7ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് നമ്പേഴ്സ് നമുക്ക് 7 എന്നും 2 എന്നും എടുക്കാം. അപ്പോൾ ഇവിടെ വലിയ നമ്പർ 7 ആണ്. അപ്പോൾ 7ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 5 ആകുമ്പോൾ 5ൻ്റെ സൈൻ മൈനസ് വന്നതുകൊണ്ട് വലിയ നമ്പറിൻ്റെ സൈൻ. അപ്പോൾ നമുക്ക് -7 എന്നും +2 എന്നുമാണ് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമുക്കിനെ സ്പ്ലിറ്റ് ചെയ്തെഴുതാം. n² -7n + 2n - 14 ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, സ്പ്ലിറ്റ് ചെയ്ത ഇക്വേഷൻ. ഇനി n² - 7n ഇതിൽ നമുക്ക് n പുറത്തേക്ക് എടുക്കാം. n ഇൻറ്റു n - 7 എന്ന് കിട്ടും. പ്ലസ് 2nഉം -14ഉം അതിൽ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നത് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഇൻറ്റു ഇവിടെ വരുന്നത് 2n നിന്ന് 2 പോയി n -14ൽ നിന്നും 2 പോയാൽ പിന്നെയുള്ളൂ 7 ഈക്വൽ ടു 0. ഇനി ഈ രണ്ട് ടൈമിലും n - 7 കോമൺ ആണ്. അപ്പോൾ n - 7നെ പുറത്തേക്ക് എടുത്തു. n - 7 ഇൻറ്റു ഇവിടെ n - 7 പോയി n, ഇവിടെ n - 7 പോയി +2 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ n - 7 ഇൻറ്റു n + 2 ഈക്വൽ ടു 0 എന്നാണ് ആൻസർ കിട്ടിയത്. അപ്പോൾ ഇവിടെ n - 7 ഈക്വൽ ടു 0 ഓർ n + 2 ഈക്വൽ ടു 0. n - 7 ഈക്വൽ ടു 0 ആകുമ്പോൾ n ഈസ് ഈക്വൽ ടു -7 അപ്പുറത്തേക്ക് കൊണ്ടുപോയി n ഈസ് ഈക്വൽ ടു 7 ഓർ n + 2 ഈക്വൽ ടു 0 ആകുമ്പോൾ n ഈക്വൽ ടു 0 -2 n ഈക്വൽ ടു -2. അപ്പോൾ n ഈസ് ഈക്വൽ ടു 7 ഓർ n ഈസ് ഈക്വൽ ടു -2 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. n നമ്പറാണ്, നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഈ -2 എടുക്കാൻ പറ്റില്ല. അപ്പോൾ n ഈസ് ഈക്വൽ ടു 7 ആയിരിക്കും നമ്മുടെ ആൻസർ. n ഈസ് ഈക്വൽ ടു 7 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിൽ നിന്നും a കണ്ടുപിടിക്കണം. അപ്പോൾ എയും എന്നും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. a ഈസ് ഈക്വൽ ടു നമുക്ക് 6 - 2n ആണ്. എൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ എന്ത് ചെയ്യാം? a ഈസ് ഈക്വൽ ടു 6 - 2 ഇൻറ്റു 7 എന്ന് നമുക്ക് കിട്ടി. ഈക്വൽ ടു 6 - 14 ഈക്വൽ ടു -8. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് n a ഇത് രണ്ടുമാണ്. അപ്പോൾ നമുക്ക് n ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി, അതുപോലെ a ഈസ് ഈക്വൽ ടു -8 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ n ഉം a യും കണ്ടുപിടിച്ച് കഴിഞ്ഞു.